സ്വഹാബാക്കളെ കണ്ടുമുട്ടണമെന്ന ചിന്തയുള്ളതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഇബ്നു തൈമിയ്യ ഈ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് കിതാബുകളിൽ കണ്ടിട്ട് നമ്മളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതിനെതിരിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മഹത്തുക്കളായ സ്വഹാബാക്കൾക്കിടയിൽ സ്വഹാബാക്കൾ മുഴുവനും മുജ്തഹിദീങ്ങളാണ്, ഗവേഷകന്മാരാണ്. മുജ്തഹിദീങ്ങളായ സ്വഹാബാക്കൾക്കിടയിൽ ചില വിഷയങ്ങളിൽ തർക്കങ്ങൾ സ്വാഭാവികമാണ്. ആ തർക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്തുള്ള ഇമാമീങ്ങൾ മുഴുവനും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഇമാമീങ്ങൾ മുഴുവനും പഠിപ്പിച്ചിട്ടുള്ളത്, ആ തർക്കങ്ങളിൽ നാം ഒരിക്കലും വീണുപോകരുതെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ചേർന്നുകൊണ്ട് വേറെ ചില സ്വഹാബാക്കളെ താറടിച്ച് സംസാരിക്കാൻ പാടില്ല. അവർ മുഴുവനും ഹക്കിൻ്റെ മുകളിലാണ്. അവർക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്നവരാ. എല്ലാവരും ഹക്കാണ്, എല്ലാവരും പറയുന്നത് ഹക്കാണ്, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടുന്നതാണ്. ഒരു വിഭാഗത്തേക്ക് ചാരി നിന്നിട്ട് മറുവിഭാഗത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മൻ സബ്ബ അസ്ഹാബി, ആരെങ്കിലും എൻ്റെ സ്വഹാബാക്കളെ ചീത്ത പറഞ്ഞാൽ, ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചാൽ, അവരുടെ സ്ഥാനമാനങ്ങൾക്ക് യോജിക്കാത്ത വാക്കുകൾ പറഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിൻ്റെ സർവ മലക്കുകളുടെ, ലോക മുസ്ലിമീങ്ങളുടെ ശാപം അവൻ്റെ മേലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസാണ്. ഇവിടെ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന പുത്തനാശയക്കാരുടെ നേതാവ് വിശുദ്ധ ഇസ്ലാമിൻ്റെ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ ബാലപാഠം പോലും മനസ്സിലാക്കാതെ സ്വഹാബാക്കൾക്കിടയിലുള്ള ഇഖ്തിലാഫുകളെ വലുതാക്കി ചിത്രീകരിക്കുകയും ഒരു ഭാഗത്ത് ചേർന്ന് നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നതായി കാണാം. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഷിയാക്കളെ എതിർക്കുന്ന മേഖലയാണെങ്കിലും കാഫിരീങ്ങളെ എതിർക്കുന്ന മേഖലയാണെങ്കിലും സ്വഹാബാക്കളിൽ നടന്ന ഇഖ്തിലാഫുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു ഭാഗം നന്നാക്കി മറുഭാഗം മോശമാക്കി ഒരിക്കലും ചിത്രീകരിക്കാൻ പാടില്ല. അത് ഇബ്നു തൈമിയ്യ ചെയ്താലും അത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് സബ്ബ് ചെയ്യലാണ്. ലോകത്ത് ആര് ചെയ്താലും അത് തെറ്റാണ്. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരുന്നതാണ്. റളിയല്ലാഹു അൻഹും വറളു അൻ, ചില സ്വഹാബത്തിന് അള്ളാഹു മാറ്റി പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തം അങ്ങോട്ടുമുണ്ട്, അവരെല്ലാവരും അള്ളാഹുവിന് ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടവരാണ്. ഇവിടെ ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയായ ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായ 4ാം ഖലീഫയായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തൻ്റെ മിൻഹാജു സുന്നത്തി നബവിയ്യ എന്ന ഗ്രന്ഥത്തിന് 4ാമത്തെ വോള്യം 255-ാമത്തെ പേജിൽ പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ചെറിയൊരു തർക്കമുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ ആഴ്ന്നിറങ്ങിയിട്ട് ഒരു ഭാഗത്തെ മോശമാക്കി മറുഭാഗത്തെ നന്നാക്കി ചിത്രീകരിക്കാൻ പാടില്ല. എല്ലാവരും ഹഖാണ്, എല്ലാവരും മുജ്തഹിദീങ്ങളാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിന് പകരം ഇബ്നു തൈമിയ്യ അയാളെ മിൻഹാജിന്റെ 4ാമത്തെ വോള്യം 255-ാമത്തെ പേജിൽ വ്യക്തമായി പറയുന്നതായി കാണാം. സ്ക്രീനിൽ കാണാം. وعلي رضي الله عنه كان قصده أن يتزوج عليها فله في أذاها غرض بخلاف أبي بكر. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും അലിയാർ തങ്ങളെയും ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുകയാണ്, ഫാത്തിമ ബീവിയെ കൂടുതലും പ്രയാസപ്പെടുത്തിയത് അലിയാർ തങ്ങളാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പ്രയാസപ്പെടുത്തിയ ദീനിന് വേണ്ടിയിട്ടാണ്. അലിയാർ തങ്ങൾ വേറെ ഒരു നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പ്രയാസപ്പെടുത്തിയത്. അതിനാൽ അറിയപ്പെട്ടു. ഇബ്നു തൈമിയ്യ എഴുതി, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ?
സ്വഹാബാക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കോലത്തിൽ ഇങ്ങനെ എഴുതുവാൻ ഇബ്നു തൈമിയയെ ആരാ ചുമതലപ്പെടുത്തിയത്? വിവരമില്ല ഇബ്നു തൈമിയ, അതാണ് ളാല്ലുൻ മുളില്ലുൻ എന്ന് ഇബ്നു ഹജറിനിൽ ഹൈതമി തന്റെ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്താനുള്ള കാരണം എങ്ങനെയാ? ദഹബി എന്ന ശിഷ്യൻ പോലും കത്തെഴുതാനുള്ള കാരണവും അത് തന്നെയാ. പറയട്ടെ, ഫഉലിമ അറിയപ്പെട്ടു, അന്ന അബൂബക്കറിൻ തീർച്ചയായും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാന അബ്അദ അയ്യുദമ്മ ബിഅദാഹ മിൻ അലിയിൻ, അലിയാർ തങ്ങളെക്കാൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഫാത്തിമ ബീവിയെ കൂടുതലൊന്നും എന്താക്കിയിട്ട് പ്രയാസപ്പെടുത്തിയിട്ടില്ല. അതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആക്ഷേപത്തിന് അർഹനും അല്ല. അപ്പൊ അലിയാർ തങ്ങൾ ആക്ഷേപിക്കാൻ അർഹന അയാൾ വാദപ്രകാരം. വ അന്നഹു തീർച്ചയായും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖസദ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉദ്ദേശിച്ചത് ത്വാഅത്തല്ലാഹി വ റസൂലിഹി ബിമാ ലാ ഹല്ല ലഹു ഫീഹി, സ്വന്തമായിട്ട് വേറെ ഒരു ആവശ്യവുമില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ലക്ഷ്യം വെച്ചത് അല്ലാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും പൊരുത്തമാണ്. ബിഖിലാഫി അലിയിൻ, അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായി അബൂബക്കർ സിദ്ദീഖ് വഅന്നഹു ഖസദ ത്വാഅത്തല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ത്വാഅത്തിനെയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ലക്ഷ്യം വെച്ചത്. ബിഖിലാഫി അലിയിൻ, അലിയാർ തങ്ങൾക്കെതിരായിട്ട്. അപ്പൊ അലിയാർ തങ്ങൾ ലക്ഷ്യം വെച്ചത് ആരെയാ? ഇത് എഴുതാൻ ഇബ്നു തൈമിയ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടെന്നല്ലാതെ ലോക മുസ്ലിമീങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെയും ത്വാഅത്താണ് ലക്ഷ്യം വെച്ചത്. ബിഖിലാഫി അലിയിൻ, അലിയാർ തങ്ങൾക്കെതിരായിട്ട്. പിന്നെ അലിയാർ തങ്ങൾ എന്താ ലക്ഷ്യം വെച്ചതെന്ന് പച്ച അറബിയിൽ ഈ ജൂതന്മാരുടെ ഏജന്റായി ഇബ്നു തൈമിയ രേഖപ്പെടുത്തുന്നതായി കാണും. ഈ സംസാരിക്കുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ, സ്വഹാബാക്കളെ കണ്ടുമുട്ടണമെന്ന ചിന്തയുള്ളത് കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഇബ്നു തൈമിയ ഈ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് കിതാബുകളിൽ കണ്ടിട്ട് നമ്മളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതിനെതിരിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു നമ്മെ ചോദ്യം ചെയ്യില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? പറയട്ടെ, ബിഖിലാഫി അലിയിൻ ഫഇന്നഹു കാന ലഹു ഹള്ളുൻ ഫീമാ റാബഹ ബിഹി, അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ പ്രയാസപ്പെടുത്തിയതിൽ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. എന്നിട്ടും തീർന്നില്ല. വ അബൂബക്കർ കാന മിൻ ജിൻസി മൻ ഹാജറ ഇലല്ലാഹി വ റസൂലിഹി, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഹിജറ പോയ, നല്ല നീയത്തോടുകൂടി ഹിജറ പോയ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ അലിയാർ തങ്ങളെന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സുഹൃനെ, മരുമകനെ വ്യക്തമായി പറയുന്നു, വഹാദാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെന്ന ഈ മഹാൻ ലാ യുഷ്ബിഹു, ഒരു നിലക്കും സാമ്യത ഇല്ല, മൻ ഒരാളോട്. ഈ ഒരാൾ ആരാണ്? രണ്ടുപേരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അലിയാർ തങ്ങളും മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ശരിക്കുള്ള ത്വാഅത്താണ്, ശരിക്കുള്ള ഹിജറയാണ്. വഹാദാ അബൂബക്കർ തങ്ങൾ ലാ യുഷ്ബിഹു സാമ്യപ്പെടുന്നില്ല, മൻ ഒരാളോട്. ഒരാളെന്ന് പറഞ്ഞാൽ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അലിയാർ തങ്ങളോട് ഒരു മുശാബഹത്തുമില്ല. എങ്ങനത്തെ ഒരാളാണ്? കാന മഖ്സൂദുഹു, അയാളെ ഖസ്ദ്, അയാളെ ഉദ്ദേശമായിരുന്നു ഇംറഅത്തുൻ യതസവ്വജുഹാ, കല്യാണം കഴിക്കാനായിട്ട് ഒരു പെണ്ണ് വേണം. ഒരു പെണ്ണാണ് അദ്ദേഹത്തിന്റെ മഖ്സൂദ്. അലിയാർ തങ്ങളുടെ ലക്ഷ്യം ഒരു പെണ്ണ് കെട്ടലാണ്, ഒരു കല്യാണം കഴിക്കലാണ്. അങ്ങനത്തെ ഖസ്ദാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കുള്ളത്. തൊട്ടു മുകളിൽ എന്താ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് വ അന്നഹു ഖസദ ത്വാഅത്തല്ലാഹി. ഇവിടെ പറയുന്നത് മൻ കാന മഖ്സൂദുഹു ഇംറഅത്തുൻ യതസവ്വജുഹാ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മഖ്സൂദ്, ഉദ്ദേശം അത് തെറ്റാണ്. ഒരു പെണ്ണിന് വേണ്ടിയിട്ടായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ജീവിച്ചത്. ഈ രൂപത്തിൽ ഇബ്നു തൈമിയ്യയുടെ പേന ചലിപ്പിച്ചതിന്റെ പിന്നിലുള്ള കാരണം എന്താ? ഇങ്ങനെ പറഞ്ഞാലേ ദീനുൽ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മഖ്സൂദ് ഇംറഅത്താണെന്നും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മഖ്സൂദ് ത്വാഅത്തുല്ലാഹി വ റസൂലിഹി ആണെന്നും ഇങ്ങനെ എഴുതിയാലേ നിങ്ങളെ സുന്നത്തിമായിട്ട് പൂർത്തിയാവുള്ളൂ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. സ്വഹാബാക്കളെ ഇത്രത്തോളം തരം താഴ്ത്തുന്ന ഒരാള് ശൈഖുൽ ഇസ്ലാമാണോ? ഇതിനെയും ന്യായീകരിച്ചുകൊണ്ട് ഗൂഗിളിൽ പിൽക്കാലഘട്ടത്തുള്ള വഹാബികൾ നടക്കുന്നില്ല. യഥാർത്ഥ വഹാബികളൊന്നും ന്യായീകരിക്കുന്നില്ല. അൽബാനി ന്യായീകരിച്ചിട്ടില്ല, ഇബ്നു ബാസ് ന്യായീകരിച്ചിട്ടില്ല, ഉസൈമീൻ ന്യായീകരിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരാളും ന്യായീകരിച്ചിട്ടില്ല.
ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള കുറച്ച് വഹാബി കുട്ടികൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സ്വഹാബാക്കൾ എന്തൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങൾ ഇബ്നു തൈമിയ്യ ബഹറാണ്, ഞങ്ങൾ ഇബ്നു തൈമിയ്യ വലിയ നേതാവാ, നാളെ പരലോകത്തെത്തുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അവിടെ ഉണ്ടാകും, മുത്തുനബി ഉണ്ടാകും, വിരൽ കടിക്കേണ്ടി വരും. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഇബ്നു തൈമിയ്യയുടെ വാദങ്ങൾ മുഴുവനും ജൂദായിസമാകുന്നു, ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല. വഹാബികൾ പേറി നടക്കുന്ന ഇബ്നു തൈമിയ്യ, ആ വഹാബികളെ പേറി ഇബ്നു അബ്ദുൽ വഹാബിനെ പേറി നടക്കുന്ന ലോകത്തുള്ള മുജാഹിദ് സംഘടനകൾ അവർ മുഴുവനും ലലാലത്തിലാണ്. കാരണം അവർ കടിത്തറ പാകിയ ഇബ്നു തൈമിയ്യ സ്വഹാബാക്കളെ കുറ്റം പറയുന്ന വ്യക്തിയാകുന്നു. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.